ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 2024 ഏപ്രിൽ 9 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, 2024 ഏപ്രിലിൽ അന്തരിച്ച ലോകത്തെ ഏറ്റവും പ്രായം ചെന്ന പുരുഷൻ എന്ന ഗിന്നസ് റെക്കോർഡിന് ഉടമയായ വ്യക്തി ആരാണ്? അത് ഹുവാൻ വിൻസെൻ്റ് പെരസ്മോറ. ഹുവാൻ വിൻസെൻ്റ് പെരസ്മോറയാണ് ലോകത്തെ ഏറ്റവും പ്രായം ചെന്ന പുരുഷൻ എന്ന ഗിന്നസ് റെക്കോർഡിന് ഉടമയായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. അതേപോലെ അദ്ദേഹം വെനസ്വേലൻ സ്വദേശിയാണ്. ഈ ഹുവാൻ വിൻസെൻ്റ് പെരസ്മോറ എന്ന് പറയുന്ന അദ്ദേഹം വെനസ്വേലൻ സ്വദേശിയാണ്. അന്തരിക്കുമ്പോൾ 114 വയസ്സായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ 2024 ഏപ്രിലിൽ അന്തരിച്ച ലോകത്തെ ഏറ്റവും പ്രായം ചെന്ന പുരുഷൻ എന്ന ഗിന്നസ് റെക്കോർഡിനുടമയായ വ്യക്തിയെ ചോദിക്കുകയാണെങ്കിൽ അത് ഹുവാൻ വിൻസെൻ്റ് പെരസ്മോറയാണ്. ഹുവാൻ വിൻസെൻ്റ് പെരസ്മോറ. അദ്ദേഹം അന്തരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ എന്ന റെക്കോർഡ് ഇനിയുള്ളത് ആർക്കാണ്? അത് ഇംഗ്ലണ്ടിലെ ജോൺ ആൽഫ്രഡ് ടിനീസ് വുഡിനാണ്. ഇംഗ്ലണ്ടിലെ ജോൺ ആൽഫ്രഡ് ടിനീസ് വുഡിനാണ് ജീവിച്ചിരിക്കുന്നവരിലെ ഏറ്റവും പ്രായമേറിയ പുരുഷൻ എന്ന റെക്കോർഡ് ഉള്ളത്. 111 വയസ്സാണ് ജോൺ ആൽഫ്രഡ് ടിനീസ് വുഡിന് ഉള്ളത്. അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായമേറിയ വ്യക്തി അല്ലെങ്കിൽ സ്ത്രീ അല്ലേ എന്നീ റെക്കോർഡുകൾ, അതായത് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണത്? സ്പെയിനിലെ മരിയ ബ്രന്യാസ് മൊറൈറയ്ക്കാണ്. സ്പെയിനിലെ മരിയ ബ്രന്യാസ് മൊറൈറയ്ക്കാണ് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായമേറിയ വ്യക്തി അല്ലെങ്കിൽ ഏറ്റവും പ്രായമേറിയ സ്ത്രീ എന്നീ റെക്കോർഡുകൾ ഉള്ളത്. 117 വയസ്സാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായമേറിയ പുരുഷനെയാണ് ചോദിക്കുന്നതെങ്കിൽ അത് 111 വയസ്സുള്ള ഇംഗ്ലണ്ടിലെ ജോൺ ആൽഫ്രഡ് ടിനീസ് വുഡിനാണ്. ഇംഗ്ലണ്ടിലെ ജോൺ ആൽഫ്രഡ് ടിനീസ് വുഡിനാണ് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായമേറിയ പുരുഷൻ. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായമേറിയ സ്ത്രീ, അപ്പോൾ അത് ജോൺ ആൽഫ്രഡ് ടിനീസ് വുഡിനേക്കാളും ഏജ് കൂടുതലാണ്. 117 വയസ്സാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായമേറിയ വ്യക്തി അല്ലെങ്കിൽ സ്ത്രീ എന്നീ റെക്കോർഡുകൾ ചേർക്കാണ്? അത് സ്പെയിനിലെ മരിയ ബ്രന്യാസ് മൊറൈറയ്ക്കാണ്. 117 വയസ്സാണ് ഉള്ളത്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര അർണോൾഡ് ക്ലാസിക് പ്രോ വീൽ ചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. അന്താരാഷ്ട്ര അർണോൾഡ് ക്ലാസിക് പ്രോ വീൽ ചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരനെ ചോദിക്കുകയാണെങ്കിൽ രാജേഷ് ജോൺ ആണ്. രാജേഷ് ജോൺ, പത്തനംതിട്ട സ്വദേശിയാണ് രാജേഷ് ജോൺ എന്ന് പറയുന്നത്. ഈ ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ആര്? രാജേഷ് ജോൺ. ഓക്കെ, അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കാർഗോ ഹാൻഡ്ലിംഗ് തുറമുഖമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് പാരദ്വീപാണ്. 2024 ഏപ്രിലിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കാർഗോ ഹാൻഡ്ലിംഗ് തുറമുഖമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാരാദ്വീപാണ്. പാരാദ്വീപ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരൻ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരൻ നിഖിൽ കാമത്താണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനെ ചോദിക്കുകയാണെങ്കിൽ നിഖിൽ കാമത്ത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അത് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അത് രാമേശ്വരമാണ്, തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ്. അടുത്ത ചോദ്യം, അർബുദ കോശങ്ങളെ ആക്രമിക്കാൻ രോഗിയുടെ ടി സെല്ലുകളെ സജ്ജമാക്കുന്ന രാജ്യത്തെ ആദ്യ അർബുദ ജീൻ തെറാപ്പി ചികിത്സാ പദ്ധതി എന്താണത്? അത് CAR-T സെൽ തെറാപ്പി എന്നാണ് അറിയപ്പെടുന്നത്. അർബുദ കോശങ്ങളെ ആക്രമിക്കാൻ രോഗിയുടെ ടി സെല്ലുകളെ സജ്ജമാക്കുന്ന രാജ്യത്തെ ആദ്യ അർബുദ ജീൻ തെറാപ്പി ചികിത്സാ പദ്ധതിയാണ് CAR-T സെൽ തെറാപ്പി എന്ന് പറയുന്നത്. എന്താണ് ഈ രോഗിയുടെ ടി സെല്ലുകളെ സജ്ജമാക്കുന്ന എന്ന് വെച്ചാൽ എന്താ? ടി സെല്ലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് അല്ലെങ്കിൽ പ്രതിരോധ കോശങ്ങൾ. അപ്പോൾ അർബുദ കോശങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് രോഗിയുടെ ഇമ്മ്യൂൺ സെൽസ് അല്ലെങ്കിൽ പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കുന്ന രാജ്യത്തെ ആദ്യ അർബുദ ജീൻ തെറാപ്പി ചികിത്സാ പദ്ധതിയാണേത്
ഈ CAR-T സെൽ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചികിത്സാ പദ്ധതി വികസിപ്പിച്ചത് IIT ബോംബെയും ടാറ്റ മെമ്മോറിയൽ സെൻറ്ററും ചേർന്നിട്ടാണ് ഈ CAR-T സെൽ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സാ പദ്ധതി വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിൽ നിർണായക സ്ഥാനമുള്ള ശ്വേത രക്താണുക്കളാണ് ഇത് ഈ T സെല്ലുകൾ അല്ലേ. മനുഷ്യശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിൽ നിർണായക സ്ഥാനമുള്ള ശ്വേത രക്താണുക്കളാണ് ഇത് T സെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അർബുദകോശങ്ങളെ ആക്രമിക്കാൻ രോഗിയുടെ T സെല്ലുകളെ അല്ലെങ്കിൽ പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കുന്ന രാജ്യത്തെ ആദ്യ അർബുദ ജീൻ തെറാപ്പി ചികിത്സാ പദ്ധതിയാണ് ഇത് CAR-T സെൽ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. അണക്കെട്ട് തകർന്ന് പ്രളയമുണ്ടായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ഒറൻബർഗ് നഗരം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഏത് രാജ്യമാണത്? റഷ്യയാണ് അല്ലേ. റഷ്യ. അണക്കെട്ട് തകർന്ന് പ്രളയമുണ്ടായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ഒറൻബർഗ് നഗരം സ്ഥിതി ചെയ്യുന്ന രാജ്യം അത് നമ്മുടെ റഷ്യയാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ വ്യോമസേന അഭ്യാസം ഗഗൻ ശക്തിയാണ്. ഇന്ത്യൻ വ്യോമസേന അഭ്യാസം എന്താണ്? ഗഗൻ ശക്തി. അടുത്ത ചോദ്യം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും അധികം വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല? 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും അധികം വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അത് ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ലയായിട്ടുള്ള മലപ്പുറം ജില്ല തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ലോക ടെന്നീസിൽ 1-ാം റാങ്കിലെത്തുന്ന പ്രായം കൂടിയ കളിക്കാരൻ? ലോക ടെന്നീസിൽ 1-ാം റാങ്കിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം നൊവാക് ജോക്കോവിച്ച് ആണ്. നൊവാക് ജോക്കോവിച്ച്. ലോക ടെന്നീസിൽ 1-ാം റാങ്കിലെത്തുന്ന പ്രായം കൂടിയ കളിക്കാരനാരാണ്? അത് നൊവാക് ജോക്കോവിച്ച് ആണ്. നൊവാക് ജോക്കോവിച്ച്. അടുത്ത ചോദ്യം. അടുത്തിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ സംസ്ഥാനം? അത് ഗുജറാത്താണ്. അടുത്തിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഗുജറാത്താണ്. ഗുജറാത്ത്. ജൂനാഘട്ടിയ എന്ന ഗ്രാമത്തിൽ നിന്നും 1.5 കിലോമീറ്റർ മാറിയുള്ള പട്ടാബേട്ട് എന്ന ഒരു ചെറിയ കുന്നിൻ്റെ ചരിവിലാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതാണ് ജുനാഘട്ടിയ എന്ന ഗ്രാമത്തിൽ നിന്നും 1.5 കിലോമീറ്റർ മാറിയുള്ള പട്ടാബേട്ട് എന്ന ചെറിയൊരു കുന്നിൻ്റെ സൈഡിലാണ് എന്ത് കണ്ടെത്തിയിരിക്കുന്നത്? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഓക്കെ, താങ്ക് യു.